أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. MS വോയിസിന്റെ ഖുർആൻ പഠന ക്ലാസിന്റെ 53ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. പ്രിയമുള്ളവർ, എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ മാസം. ഖുർആനുമായി നാം കൂടുതൽ ബന്ധപ്പെടേണ്ട ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ റമളാനുൽ ശരീഫ്. റമളാനിൽ ഒരു ദിവസം 2 ഖത്തം തീർക്കുന്നവരുണ്ടായിരുന്നു. മഹാനായ ഇമാം ശാഫിഈ തങ്ങളൊക്കെ ഒരു ദിവസം 2 ഖത്തം തീർക്കുമായിരുന്നു. ചിലവർ ഒരു ദിവസം 1 ഖത്തം തീർക്കുന്നവർ, ആഴ്ചയിൽ 1 ഖത്തം തീർക്കുന്നു, 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കുന്നവർ. നമ്മൾ മാസിലെങ്കിലും 1 ഖത്തം പരിശുദ്ധ റമളാനിൽ തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. ദിവസം ഒരു ജുസു ഓതുകയാണെങ്കിൽ തന്നെ നമുക്ക് റമളാനിൽ ഖത്തം തീർക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖത്തം ഓതിയാൽ തെറ്റുമോ? ഇവിടെ എങ്ങനെയാണ് ഓതുക, ഇവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യുക, ഇവിടെ എങ്ങനെയാണ്, എന്താണ് നിയമം, അങ്ങനെയൊക്കെ പ്രയാസമുള്ളവരുണ്ടാകാം. ഖത്തം ഓതണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയുള്ളവർ. അങ്ങനത്തെ ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഒരു ജുസു ആയിട്ടുള്ള ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ കൂടെ മുസ്ഹാഫിനെ നോക്കി ഖത്തം ഓതാനുള്ള വോയിസോട് കൂടിയിട്ടുള്ള വീഡിയോകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഖത്തം ഓതണമെന്ന് താല്പര്യമുള്ളവർ, സ്വന്തമായി ഓതിയാൽ തെറ്റുമെന്ന് പേടിയുള്ളവർ വാട്സപ്പുമായി ബന്ധപ്പെടുക. 9645389286 എന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ 30 ജുസിന്റെയും ലിങ്കുകൾ നിങ്ങൾക്ക് വിട്ടുതരുന്നതാണ്. ആ ലിങ്ക്, ഒന്നാമത്തെ ലിങ്ക് ഓപ്പൺ ചെയ്യുക, മുസ്ഹാഫ് നിങ്ങൾ തുറന്നു വെക്കുക, എന്നൊരു ഉസ്താദ് ഓതുന്നത് പോലെ നിങ്ങൾ ഓതുക. എവിടെയെങ്കിലും തെറ്റ് വന്നാൽ യൂട്യൂബിലെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക, തെറ്റ് തിരുത്തി ഇങ്ങനെ ഓതി നിങ്ങൾക്ക് ഖത്തം തീർക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ പരിശുദ്ധ റമളാനാണെങ്കിൽ നന്നായാലോ എന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാരുണ്ടാകും. ഖുർആനൊക്കെ ഒന്ന് ഓതി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം.
അറബി എഴുത്തും വായനയും അറിയാത്തവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അറബി അക്ഷരങ്ങൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ധാരാളം ക്ലാസ്സുകൾ നമ്മുടെ ഈ MS വോയിസ് എന്ന ചാനലിലുണ്ട്. ദിവസം 1 മണിക്കൂർ സമയം നിങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട്, അതല്ലെങ്കിൽ 35 ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അറബി എഴുതാനും വായിക്കാനും പഠിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഖുർആൻ ഓതണമെങ്കിൽ ബേസിക് അറബി എഴുത്തും വായനയും അറിയണം. എഴുതാൻ അറിഞ്ഞില്ലെങ്കിൽ വായിക്കാൻ എന്തായിരുന്നാലും അറിയണം. അപ്പൊ ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം ചെയ്യേണ്ട അറബി എഴുത്തും വായനയും ശരിയാക്കലാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഖുർആൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്. അതാണ് നമ്മളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുമ്പ് നമ്മൾ അറബി അക്ഷരങ്ങൾ എങ്ങനെ എഴുതണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ നീട്ടണം, എങ്ങനെ മണിക്കണം, എങ്ങനെയാണ് ഈ അക്ഷരം എഴുതേണ്ട, ഏതൊക്കെ രൂപങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ക്ലാസ്സുകളാണ് അറബി അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഖുർആൻ എഴുതി ഓതി വായിച്ച് പഠിക്കുന്ന ക്ലാസ്സാണ്. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോ കാണുന്നത്, പക്ഷെ അവർക്ക് അറബി എഴുത്തും വായനയൊന്നും അറിയില്ല എങ്കിൽ ഈ ക്ലാസ്സിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഈ ക്ലാസ്സിന്റെ മുമ്പ് കുറച്ച് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, അത് കാണണം. അഥവാ അറബി അക്ഷരങ്ങളുടെ എഴുത്തും വായന മാത്രമല്ല, ഇനി അറബി അക്ഷരങ്ങളൊക്കെ അറിയാം, പക്ഷെ ചിലതൊന്നും കൂട്ടി എഴുതുക, എങ്ങനെ നീട്ടി എഴുതുക എങ്ങനെ അറിയില്ല. അങ്ങനത്തെ ആളുകളാണെങ്കിൽ ഇതിന്റെ തുടക്കം മുതലുള്ള ക്ലാസ് ഉണ്ട്. 1ാമത്തെ 2ാമത്തെ 3ാമത്തെ ക്ലാസ് അത് ഫാത്തിഹ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ക്ലാസ് സൂറത്ത് നബവ് മുതൽ ഇങ്ങോട്ട് എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അത് ഒറ്റക്ഷരം എഴുതും, പിന്നെ കൂട്ടി എഴുതും, ഒറ്റക്ഷരം എഴുതും, കൂട്ടി എഴുതും, അങ്ങനെ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അത് നോക്കിക്കൊണ്ട് ഏത് ക്ലാസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നമ്മൾ അതിന്റെ ലിങ്കുകൾ ഓർഡർ അനുസരിച്ച് വിട്ടു തരുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതാൻ ഖത്മ തീർക്കാനൊക്കെ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കൂടുതൽ വായനൊന്നും പറയുന്നില്ല. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന അമ്മ ജുസ് മുതൽ എടുത്ത് അൽഹംദുലില്ലാഹ് അര ജുസ് കഴിഞ്ഞു അല്ലെ. സൂറത്തുൽ ഗാശിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി സൂറത്തുൽ ഗാശിയയുടെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കാനുള്ളത്. ഏകദേശം ഒരു 20 ആയത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആയത്തുകളാണ് ഇന്ന് എടുക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും ബോർഡിലേക്ക് നോക്കുക. നമ്മൾ ഇന്നെടുക്കാനുള്ളത് 20ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലൽ അർളി കൈഫ സുത്തിഹത്. സുത്തിഹത്. വഇലൽ അർളി എങ്ങനെ എഴുതാം മക്കളെ നോക്ക്. വഇല വാവ് ഇങ്ങനെ എഴുതി, അലിഫ് ഇങ്ങനെ ഇട്ട്, ഈ എഴുതി. വഇ ലാമും യാവും കൂട്ടി എഴുതാ. വഇല പിന്നെ ഒരു അലിഫ്, ഒരു ലാം അലിഫ്. വഇലൽ അർളി ഇങ്ങനെയാണ് വഇലൽ അർളി എന്ന് എഴുതാം. വഇലൽ അർളി കൈഫ. കൈഫ എന്നല്ല കുറെ നമ്മൾ എഴുതി പഠിച്ചതാണ് അല്ലേ. കാഫ് യാ ഫ. കൈഫ സുത്തിഹത്ത്. ത്വാഇന്റെ മേലെ പുള്ളിയുടെ തൊയ്യാറത്തിന് എന്നുള്ള താ ആണ് സുത്തിഹത്തിന് എന്നതിലുള്ളത്. സുത്തിഹത്ത് സീൻ ഇങ്ങനെ ഇട്ടു, ത്വാഇനെ നമ്മളിങ്ങനെ എഴുതി, ത്വാഇന്റെ കാലിങ്ങനെ ഇട്ടു, ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഹാ ഇങ്ങനെ എഴുതി, പിന്നെ താ ഇങ്ങനെ ഇട്ടു. എന്നായിക്ക സുത്തിഹത്ത്. എന്നായിക്ക വഇലൽ അർളി കൈഫ സുത്തിഹത്ത്. വഇലൽ അർളി കൈഫ സുത്തിഹത്. ഓക്കെ, അടുത്ത ആയത്ത്. ഫദക്കിർ. ഫദക്കിർ എന്നാണ് ഉള്ളത്. ചിലർ ഫദക്കിർ എന്ന് ഓതും. ഫദക്കിർ എന്നല്ല, ഫദക്കിർ എന്നാണ് ഓതേണ്ടത്. അത് തജ്വീദ് പഠിക്കണം. തജ്വീദിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. റാഇന്റെയും ലാമിന്റെയും തഫ്ഹീമും തർഹീഖും എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കണ്ട് പഠിക്കാനുള്ളതാണ്. പിന്നീട് നമുക്ക് പഠിക്കാം. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. എങ്ങനെ എഴുതാത്? ഫദക്കിർ. ഫ ഇങ്ങനെ എടുത്ത്, ദാൽ ഇങ്ങനെ എഴുതി, ഫ ദ. കാഫ് ഇങ്ങനെ എഴുതി. 2 രൂപത്തിൽ കാഫ് എഴുതാട്ടാ. ഫദക്കിർ ഇങ്ങനെയുള്ള കാഫ് എഴുതാ. ഇവിടെ നമ്മള് ഇങ്ങനെ എഴുതിക്കണം. ഫദക്കിർ. അടുത്തത് ഇന്നമാ. ഇ നൂന് മീമ്. ഇന്നമാ. ഇനി ഞാൻ എഴുതുന്നത് എന്താന്ന് നോക്കിട്ടാ. നോക്കൂ, എന്താ വായിക്ക? നൂന് താ. എന്താ വായിക്ക? അൻത. ഇനി മീമ് ദാല്. നീ നേരത്തെ പറഞ്ഞ കാഫ് എഴുതാം നമുക്ക് ഇവിടെ. ഇങ്ങനെ ഒന്ന് വളഞ്ഞു പോയത്.
എന്താ വയ്ക്കുക? ഫദക്കിർ വയ്ക്കുക. ഇന്നമാ അന്ത മുദക്കിർ. എങ്ങനെ ഓതാ? മുദക്കിർ. ഇവിടെ ആയത്ത് കഴിഞ്ഞു കേട്ടാ. ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ. അടുത്തത് അടുത്ത ആയത്താണ്. എന്താ വയ്ക്കുക? ലസ്ത ഐന് ലാമ് യാ ഹാ മീം. വായിച്ചോളി. എന്താ വയ്ക്കുക? ലസ്ത അലൈഹിം ബാ മീം റിസ്വാ ബി മൂസ. എന്താ വയ്ക്കുക? ബി മൂസ. യാ കൂട്ടിയതാണ്. അപ്പൊ ഇവിടെ ആദ്യമൂരി ചെയ്താണ് കേട്ടാ. ബി മൂ വായിച്ചോളി. വായിക്കേ. ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ. ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ. എന്താ വയ്ക്കുക? ബിമുസൈത്തിരിൻ. ആയത്ത് അവസാനിക്കാണ്. അപ്പൊ ഇവിടെ എങ്ങനെ നോതാം? ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ഓക്കെ, അടുത്തത് വായിച്ചോളി. എന്താ വായിക്കുക? ഇപ്പൊ എന്തായി? ഇല്ല. വായിക്കേ. മൻ. വായിച്ചോളി. ലാമു ലിയാവു ഇതിങ്ങനെ ഇട്ടു. എന്താ വായിക്കുക? ഇല്ലാ മൻ തവല്ല. അടുത്തത് വായിക്കേ. വായിക്കേ. ആയത്ത് അവസാനിച്ചു. ഇല്ലാ മൻ തവല്ല വകഫറ. വകഫറ. എന്തായി? വകഫർ. ഇല്ലാ മൻ തവല്ല വകഫർ. ഇല്ലാ മൻ തവല്ല വകഫർ. അടുത്തത് നോക്കി വായിക്കട്ടാ. വായിച്ചോളി. ഏതാ അക്ഷരം? നൂനാണോ? നൂനല്ല. നൂനാണ് ആ വരന്റെ അടി മുട്ടും. ഇത് മുട്ടിക്കാണ്ടായിരിക്കണേ. ഇതെന്താണ്? ദാലാണ്. എന്താ വായിക്കുക? വായിച്ചു നോക്കി. കിട്ടുണ്ടോ? ഒരു ബാവും ഒരു ഹാവും. എന്തായി? എന്തായി? ഫയുഅദ്ദിബുഹു. ഫയുഅദ്ദിബുഹു. ഇനി അടുത്ത് നോക്കി. എന്താ വായിക്കുക? ഫയുഅദ്ദിബുഹുല്ലാഹു. അല്ലാഹു. ഇനി ഒരു അലിഫും ലാമും. അപ്പൊ എന്തായി? ഫയുഅദ്ദിബുഹുല്ലാഹു. ഒരു ഐന്. അദാബ. ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബ. ഒരു അലിഫ് ഒരു ലാം അലിഫ്. എന്താ വയ്ക്കുക? അദാബൽ ആ. അദാബൽ ആ. فيعذبه الله العذاب الأكبر. أكبر. عذاب الأكبر. فيعذبه الله العذاب الأكبر. അക്ബറ എന്നാണുള്ളത്. കൂട്ടിയതും അക്ബറ എന്ന് പറഞ്ഞ് കൂട്ടിയതും നിർത്തുമ്പോ അക്ബർ എന്ന് പറഞ്ഞ് നിർത്തും. ഇനി അടുത്തത് വായിച്ചോളി. എന്താ വായിക്കുക? ഇന്ന. നോക്കൂ. അടുത്തത് വായിക്കാൻ കിട്ടുന്നുണ്ടാ? ലാമ് യാന് സുക്കൂന്. എന്താ വായിക്കുക?
ഇന്ന ഇലൈന. അടുത്തത് വായിച്ചോളി. ഇന്ന ഇലൈന ഇയാബഹും. ഇന്ന ഇലൈന ഇയാബഹും. ഇവിടെ നൂനെ നീട്ടാൻ അലിഫുണ്ട്. അലിഫ് വന്ന മദ്ദക്ഷരം എന്ന് പറയും. മദ്ദക്ഷരത്തിന് ശേഷം ഈ എന്നുള്ള ഹംസ ഉണ്ട്. അപ്പൊ മദ്ദക്ഷരത്തിന് ഹംസ വന്നാൽ ഇവിടെ മദ് മുൻഫസിലാണ്. അപ്പൊ ഇവിടെ കൂടുതൽ നീട്ടണം. ഇന്ന ഇലൈന ഇയാബഹും. ആദ്യത്തെ അവസാനിച്ചു കേട്ടാ. അടുത്തത് ബാക്കി വായിച്ചോളി. വായിക്ക് മക്കളെ, വായിക്ക്, വായിച്ചോളി. ثم إن علينا. അടുത്തത് ഹാ സീൻ ബാ ഹാ മീം. ثم إن علينا حسابهم. അപ്പൊ നോക്ക്, ആദ്യത്തെ സൂറത്ത് കഴിഞ്ഞു കേട്ടാ. നോക്കോളി. وإلى الأرض كيف سطحت. وإلى الأرض كيف سطحت എന്ന് പറയുന്നത് سطحت سطحت سطحت. فذكر إنما. ഇവിടെ മദ്ദുണ്ട് കേട്ടാ. മദ്ദക്ഷരം മീമിനെ നീട്ടാൻ അലിഫുണ്ട്, മദ്ദക്ഷരം ഉണ്ട്. മദ്ദത്തിന് ശേഷം ഹംസ വന്നു. അപ്പൊ നമ്മൾ എന്ത് പറയണം? കുറച്ച് നീട്ടി ഓതണം. ഇന്നമാ അന്ത മുദക്കിർ. ഇവിടെ സാക്കിന അന്വേഷണം താവന്നുണ്ട്. ഇവിടെ നിയമം ഉണ്ട്. ഇഖ്ഫ ആണ് ഇവിടെ നിയമം കേട്ടാ. അന്ത മുദക്കിർ. ഇവിടുത്തെ നിയമം തർക്കീഖാണ്. ലസ്ത അലൈഹിം ബി. സാക്കിന മീമിന് 3 വിധികളുണ്ട്. മീമിന് ശേഷം മീമ് വന്നാൽ ഒരേപോലത്തെ അക്ഷരം വന്നു ഇദ്ഗാം ചെയ്യണം. മീമിന് ശേഷം ബാവ് വന്നാൽ ഇഖ്ഫാ ചെയ്യണം. മീമിന് ശേഷം ഇത് രണ്ടുമല്ലാതെ ബാക്കി 26 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഹാർ ചെയ്യണം. ഇവിടെ മീമിന് ശേഷം ബാവ് വന്നു. അപ്പൊ ഇവിടുത്തെ നിയമം ഇഖ്ഫാ ആണ്. ഞാൻ മണിച്ച് മറച്ചു ഉച്ചരിക്കണം. ലസ്ത അലൈഹിം ബി. ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ബിമുസൈത്തിർ. ഓക്കെ, കൂട്ടി ഓതാണെങ്കിൽ ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ. മുസൈത്തിരിൻ ഇല്ലാ മൻ ത. സാക്കിന അന്വേഷണം താവന്നു ഇഖ്ഫാണ്. إلا من تولى وكفر فيعذبه الله العذاب الأكبر. إن إلينا إيابهم ثم إن علينا حسابهم. ഇന്ന നിശ്ചയമായും ഇലൈന നിന്നിലേക്കാണ് ഇയാബഹും ഞങ്ങളുടെ മടക്കം. സുമ്മ പിന്നെ ഇന്ന നിശ്ചയമായും അലൈന അള്ള പറയാണ് കേട്ടാ, നമ്മളെ മേലാണ് ഹിസാബഹും നിങ്ങളുടെ വിചാരണ, കണക്കെടുപ്പ് നടക്കൽ. അള്ളാഹുവിന്റെ അടുക്കിലേക്കാണ് നമ്മുടെ മടക്കം. പിന്നെ നമ്മളെ അള്ളാഹുവിന്റെ അടുക്ക് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ആണ് നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോഴും അള്ളാഹു തന്നെയാണ്, അപ്പോഴും അള്ളാഹു തന്നെയാണ്. അല്ല, ഇപ്പൊ ദുനിയാവിൽ തീരുമാനിക്കാൻ കാര്യങ്ങൾ തീരുമാനം എടുക്കാനും ആലോചിക്കാനും പിടിക്കാനും അത് വേണമെന്ന് പറയാനും വേണ്ടെന്ന് പറയാനും ഒക്കെ ആളുകൾ ഉണ്ടാവും അല്ലെ. കൂട്ടുകാരന്മാരുണ്ടാവും, ഉമ്മുണ്ട്, വാപ്പുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ചെയ്ത് ശരിയായില്ല, അത് വേണ്ടട്ടോ വാപ്പ, അത് വേണ്ടട്ടോ, അല്ലെ മോന് അത് വേണ്ടട്ടോ. നമ്മള് മുഷാവറ ചെയ്യുമല്ലോ കാര്യങ്ങൾ. മുഷാവിറും ബിൽ അംർ എന്നല്ല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഒന്ന് കൂടിയാലോചന ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ദുനിയാവിന് കൂടിയാലോചിക്കാനും പിടിക്കാനും അതിന് പിന്നെ മാർക്ക് പറയാനും അതിന്റെ നന്മ പറയാനും തിന്മ പറയാനൊക്കെ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അള്ളാഹുവിന്റെ അടുക്കല് ഹിസാബ് തുടങ്ങിയ ഖിയാമത്ത് നാളിൽ ഒരാളും റെക്കമെൻഡേഷനും ഇല്ല, ഒരാളും ഒന്നും പറയാനില്ല. അള്ളാഹിന്റെ അടുക്കലാണ് നമ്മളെ വിചാരണയൊക്കെ, നമ്മളുടെ കിതാബുകളുടെ പരിശോധന നടത്തുന്നതൊക്കെ അള്ളാഹുവിന്റെ അടുക്കലാണ്. ഇത് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫയുഅദ്ദിബുല്ലാഹുൽ അദാബൽ അക്ബർ എന്ന് പറയുമ്പോ എന്ന് ഓതിയതിന് ശേഷം ഈ സൂറത്ത് ഓതും ഫയുഅദ്ദിബുഹുല്ലാഹു. ഫയുഅദ്ദിബുഹു അവനെ അള്ളാഹു ശിക്ഷിക്കും, അദാബൽ അക്ബർ വലിയ ശിക്ഷ കൊണ്ട് ശിക്ഷിക്കും. അപ്പൊ നമ്മൾ എന്തെന്ന് പറയുന്ന അല്ലാഹുമ്മ അഊദു ബിക
ഈ ആയത്ത് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്ന ആയത്താണല്ലോ. ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ. അപ്പൊ ഇവിടെ എന്ത് പറയൽ സുന്നത്തുണ്ട്? അള്ളാഹുവിന്റെ അദാബിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്ന എന്തെങ്കിലും ഒരു പ്രാർത്ഥന കൊണ്ടുവരൽ സുന്നത്തുണ്ട്. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കാം അവിടെ? അല്ലാഹുമ്മ അഊദു ബിക മിൻ അദാബിൽ അക്ബരി വൽ അസ്ഗരി, അങ്ങനെയൊക്കെ ദ്വാരക്കാം. പക്ഷേ അല്ലാഹുമ്മ അഊദു ബിക, അല്ലാഹു നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, മിൻ അദാബിൽ അക്ബരി, വലിയ ശിക്ഷയിൽ നിന്നും, അദാബിൽ അസ്ഗരി, വൽ അസ്ഗരി, ചെറിയ ശിക്ഷയിൽ നിന്നൊക്കെ കാവലിനെ ചോദിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രാർത്ഥന കൊണ്ടുവരൽ സുന്നത്താണ്. എന്നാൽ നിസ്കാരത്തിലൊക്കെ ആണെങ്കിൽ ഇത്ര വലിയ പ്രാർത്ഥന നമുക്ക് കൊണ്ടുവരാൻ പറ്റൂല. അപ്പൊ എന്തെന്ന് പറയാം? മഅദല്ലാഹ്, അള്ളാഹു നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, നിന്റെ ശിക്ഷയിലും അദാബിൽ നിന്നൊക്കെ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നാണ് എന്റെ മീനിങ്. അപ്പൊ മഅദല്ലാഹ്, ഇടയിൽ ഒരു കോള് വന്നു, അതാ മഅദല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറയൽ സുന്നത്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. നമ്മളെ തന്നെയാണ് നിങ്ങളുടെ ഹിസാബ് എന്ന് അള്ളാഹു എന്ന ആയത്തുണ്ടല്ലോ. പഠിച്ചോ നമ്മളോട് പറഞ്ഞതാണല്ലോ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നമ്മോട് പറയുന്ന സംസാരമാണ്, പഠിച്ചോന്റെ വർത്താനാണ്, കലാമുള്ള അള്ളാഹിന്റെ കലാമ്, സംസാരം. അപ്പൊ അള്ളാഹ് നമ്മളോട് പറയാണ് നമ്മളെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഹിസാബൊക്കെ നോക്കി കണ്ടൊക്കെ നടന്നോളി, ഇന്നലെ നാളെ നമ്മൾ പിടിക്കും, പെടന്നൊക്കെ തരും എന്നൊക്കെ ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇന്ന അലൈന ഹിസാബു എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഹിസാബിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ദുആയും സുന്നത്താണ്. വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ ഇങ്ങനെ ഇത് ഓതുമ്പോ അങ്ങനെ എല്ലാവരും സുസു എന്ന് പറഞ്ഞേക്കാം അല്ലേ? അത് പറയുന്നവര് പറയും ഒരു 3-4 സീനുള്ള ദുആണ് അതിൽ വരുന്നത്, അതുകൊണ്ട് സാസീസു എന്ന് മാത്രമേ കേൾക്കുള്ളൂ. അപ്പൊ അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബന എന്ന് ചിലര് ചൊല്ലും. യസ്സിർ അലയ്യ ഹിസാബന, എന്റെ മേലിലുള്ള നിന്റെ ഹിസാബ്, വിചാരണ നീ എളുപ്പമാക്കി തരണേ. ചിലരിങ്ങനെ പറയണ അല്ലാഹുമ്മ ഖല്ലിസ്നാ മിനൽ ഹിസാബ്, ഹിസാബിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അപ്പൊ അല്ലാഹുമ്മ ഖല്ലിസ്നാ മിനൽ ഹിസാബ്, ഹിസാബിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറയൽ പ്രത്യേകം എന്താണ് സുന്നത്തുണ്ട്. അപ്പൊ ആ 2 വാക്കും ഒന്ന് വേണമെങ്കിൽ ഇവിടെ എഴുതാം നിങ്ങൾക്ക് ഒരു ഇതിന്. മഅദല്ലാഹ് എന്നങ്ങനെ ഇപ്പൊ ഇതില് മീമ് ഐന് ദാല് മഅദല്ലാഹ് ട്ടോ. ഓക്കെ. മറ്റേ അല്ലാഹുമ്മ യസ്സിർ, അല്ലാഹുമ്മ എഴുതാൻ അറിയാലോ. അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബന, ഹിസാബൻ. അല്ലെങ്കിൽ എന്താണ്? അല്ലാഹുമ്മ ഖല്ലിസ്നാ മിനൽ ഹിസാബ്. എങ്ങനെയാണ്? അല്ലാഹുമ്മ, അതോടെ ഇതാ അല്ലാഹുമ്മ ഖല്ലിസ്നാ മിനൽ ഹിസാബ്, അല്ലാഹുമ്മ ഖല്ലിസ്നാ മിനൽ ഹിസാബി എന്നാണ് ട്ടാ. അപ്പൊ എന്തെങ്കിലും ഒരു ദ്വാരക്ക. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതി പഠിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഓത്ത് കേട്ട് ആ ഉസ്താദിന്റെ ഒപ്പം ഇൻഷാ അല്ലാഹ് മുസാഫ് തുറന്നു വെച്ച് മുസാഫിൽ നോക്കി ഒപ്പം ഓതുക. എന്തെങ്കിലും തെറ്റ് എവിടെയും വന്നാൽ ഉടനെ ഉസ്താദിന്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക, തെറ്റ് ശരിയാക്കുക, അങ്ങനെ ഓതി പഠിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ഓത്ത് കേൾക്കല്ലേ, എന്നെല്ലാവരും കേട്ടോളൂ കേട്ടാ. Welcome to the Khatmul Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. وإلى الأرض كيف سطحت فذكر إنما أنت
أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم صدق الله العظيم. എല്ലാവരും ഒരു 3 സ്വലാത്ത് ഇല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതി പഠിക്കാൻ, തെറ്റുകൂടാതെ ഖത്മ് തീർക്കാനൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഖുർആൻ ഇറങ്ങി പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഞങ്ങൾ ഖുർആൻ പഠിക്കുകയാണ് റബ്ബേ, നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഖുർആൻ തെറ്റുകൂടാതെ പഠിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, നാളെ മരിക്കുമ്പോഴും ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹ് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, പുണ്യമായി റമദാൻ മാസത്തിൽ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ചെലവഴിച്ച ഓരോ സെക്കൻഡും നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരുടെയൊക്കെ ഖബറിടത്തിലേക്ക് ഇതിന്റെ മിഥില സവാബിനെ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ നോമ്പുകൾ, തറാവി, നമസ്കാരങ്ങൾ, സ്വതക്കകൾ, ഹദിയകൾ, സൽക്കർമ്മങ്ങളെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. എന്തെങ്കിലും പാകപ്പെടും ഉണക്ക് വന്ന പോലെ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. പുണ്യ റമദാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. റമദാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ മുറാദുകൾ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ, വിഷമങ്ങൾ നീക്കി ഞങ്ങളെ നീ ഖൈറിലാക്കണേ അല്ലാഹ്. പരീക്ഷ എഴുതുന്ന മക്കളൊക്കെ ഉണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഇൽമാക്കിനെ അതബൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജോലികളിൽ, ബിസിനസ്സുകളിൽ, സാമ്പത്തിക ഉറവിട മേഖലയിലൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത പലവരും ഉണ്ട്. പ്രത്യേകിച്ച് അല്ലാഹുവേ, മകളുടെ വിവാഹമാണ്, റാഹത്തായ രീതിയിലൊക്കെ നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹ് എല്ലാ കാര്യങ്ങളും ഖൈറിലാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. എൻ്റെ മകളുടെ വിവാഹ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുന്ന ഒരു സഹോദരിയാണ് അല്ലാഹ്. ആ സഹോദരിയുടെ കുടുംബ ജീവിതമൊക്കെ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. മകളുടെ വിവാഹം അവർ ഉദ്ദേശിച്ചതിനും ഖൈറായ രീതിയിൽ നീ റാഹത്തിനും സന്തോഷത്തിനും ആക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളൊക്കെ കുടുംബ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. മക്കളെ കണ്ടുകൊണ്ട്, അവരുടെ ജീവിതം കണ്ടുകൊണ്ട്, അവരുടെ ഇബാദത്തും, അവരുടെ സൽക്കർമ്മങ്ങൾ, അവരുടെ സൽസ്വഭാവങ്ങളൊക്കെ കണ്ടുകൊണ്ട് ദുനിയാവിലും നാളെ ആഖിറത്തിലും സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ, ധാരാളം സദഖയും സക്കാത്തും ഒക്കെ കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. കടങ്ങളിൽ നിന്നൊക്കെ സലാമത്താകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുടെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. റബ്ബേ, വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുടെ ഖൈറായ ഇണകളെ എത്തിച്ചു നൽകണേ റഹ്മാനെ. അല്ലാഹു, ഒരു സഹോദരി അല്ലാഹ് സാമ്പത്തികമായി നല്ല കഴിവുള്ളവരൊക്കെയാണ്, പക്ഷെ മകന്റെ വിവാഹം കഴിയാതെ പ്രയാസപ്പെടുന്നുണ്ട്, ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇന്നലെയും കൂടി ദുആ വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ, ഖൈറായ ഇണയെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. സന്തോഷത്തിനും റാഹത്തിനും ആക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്റെ മഹത്വത്തിലൂടെ ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ, വിവാഹം ഉറപ്പിച്ചു വെച്ച മക്കളൊക്കെ ഉണ്ട് അല്ലാഹ്, പ്രത്യേകിച്ച് പെൺമക്കൾ നല്ല നിനക്കൊക്കെ കെട്ടിച്ചേക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, നിന്റെ മഹത്വത്തിൽ കൊണ്ട് അല്ലാഹ് ഈമാൻ സലാമത്തായി റാഹത്തോടെ ഇസ്സത്തോടെ ഈ ദുനിയാവിൽ നിന്ന് മരിക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ റബ്ബേ. നിന്റെ താഅത്തിനും പൊരുത്തത്തിനുമുള്ള ദീർഘായുസ്സൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا
اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. تقبل الله. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ ദുആ ചെയ്യണം, ദുആയിൽ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് മകളുടെ വിവാഹക്കാണ് വരുന്നത്. ഏപ്രിൽ 28 ഞായറാഴ്ചയാണ്. ഞാൻ 2 വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വിട്ടിരുന്നു. വരാൻ പറ്റുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് വരണം. വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ്, കല്യാണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് ഇൻഷാ അല്ലാഹ് വരുന്നവരൊക്കെ അറിയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ ദുആയിൽ ഒരിടം എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ റമദാനിൽ. ഉസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.